ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? ചിലരൊക്കെ ഞാനിത് എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നതാവും ചിന്തിക്കുക. വിഡ്ഢിത്തരവും ഒരിക്കലും സംഭവിക്കാത്തതുമായ കാര്യമാണെന്ന് മനസ്സിലായെങ്കിലും ചിലർക്കൊക്കെ കാര്യം എന്താണെന്ന് പിടികിട്ടി കാണും. അത് തന്നെ, കോടികളുടെ മുടക്കുമുതലിൽ ഇറങ്ങാനൊരുങ്ങുന്ന ഒരു ചിത്രത്തിൻ്റെ അതിൻ്റെ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന ഒരു ഡയലോഗാണിത്. ഇടയ്ക്ക് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ മേമ്പൊടിക്ക് ചേർക്കുന്നുമുണ്ട്. ബട്ട് ആൻസർ ദിസ് വൺ ക്വസ്റ്റ്യൻ, ഹു ആർ യു റിയലി? ലൂസിഫർ. ഇങ്ങനെയാണ് ആ ട്രെയിലർ അവസാനിക്കുന്നത്. പടം ഏതാണെന്ന് എല്ലാവർക്കും പിടികിട്ടി കാണും. ഒരു മലയാള ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. വിഷയത്തിലേക്ക് വരാം. ദൈവപുത്രൻ തെറ്റ് ചെയ്യുമെന്നും ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്താൽ എല്ലാവരും ചെകുത്താനെ ആശ്രയിക്കും എന്നും ഒരിക്കലും നടക്കാത്ത സ്വപ്നം ലൂസിഫറിന് അന്നും ഉണ്ടായിരുന്നു. അതിന് തുടക്കമായി ദൈവപുത്രനെ തന്നെ ആരാധിക്കാനായി അവൻ ക്ഷണിച്ചു. നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണിവ. മരുഭൂമിയിൽ തോറ്റോടിയ സാത്താന് കിട്ടിയ ഏറ്റവും കടുത്ത പ്രഹരം തന്നെയായിരുന്നു ഈശോ മിശിഹായുടെ കുരിശുമരണം. അവൻ തൻ്റെ ലക്ഷ്യം നേടാൻ പല മാർഗങ്ങൾ ഉപയോഗിച്ചു. പരാജയം തന്നെയായിരുന്നു ഫലം. കാലം ഇത്രയും പിന്നിട്ടിട്ടും അവൻ പല മാർഗങ്ങളിലൂടെ ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയേ, ഈ കാലയളവിൽ പലതരത്തിൽ ക്രൂശിക്കപ്പെട്ട, ഇന്നും ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം വേറെ ഉണ്ടോ? ഓരോ കോലാഹലങ്ങളും അവഹേളനങ്ങളും വർദ്ധിച്ചു വരുമ്പോൾ അതിന് കാരണമായി ചൂണ്ടിക്കാട്ടാവുന്ന ഒരു ഡയലോഗ് കൂടിയാണിത്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ എന്നുള്ളത്. ആരൊക്കെയോ ചേർന്ന് ദൈവപുത്രനെ തെറ്റുപറ്റിയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നും. അതല്ലെങ്കിൽ ഒട്ടും കഴമ്പില്ലാത്ത കാര്യങ്ങൾ നിരത്തി ദൈവപുത്രൻ്റെ മേൽ കുറ്റം ചാർത്തി കൊടുക്കുവാൻ കാത്തിരിക്കുന്നത് പോലെ തോന്നും. ദൈവപുത്രൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നവർ ആരുടെ അനുഭാവികളാണെന്ന് നമുക്കറിയാവുന്നതാണ്. നന്മയെ വെറുക്കുന്നത്, സത്യത്തെ മൂടി വയ്ക്കുന്നത് അതെല്ലായ്പ്പോഴും തിന്മ മാത്രമാണല്ലോ. മനുഷ്യൻ ഉള്ളുകൊണ്ട് എപ്പോഴും നന്മയോടൊപ്പമാണ്. ഒരുപക്ഷെ അവൻ തിന്മയുടെ കരവലയത്തിൽ പെട്ടാലും മനുഷ്യൻ രൂപപ്പെട്ടിരിക്കുന്നത് നന്മയാലാണ്. നന്മ കാണുമ്പോൾ മനുഷ്യർ അതിനെ മാതൃകയാക്കുന്നു, അപ്രത്യക്ഷമാകുമ്പോൾ അതിനെ തീവ്രമായി കാംക്ഷിക്കുന്നു. എല്ലായ്പ്പോഴും അത് വിജയ കിരീടമണിഞ്ഞ് മുന്നേറുന്നു. കളങ്കമേശാത്ത സമ്മാനങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയം വരിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 2-ാം വാക്യമാണിത്. ഈ വചനഭാഗം തന്നെയാണ് വാസ്തവത്തിൽ വാർത്തകൾ തയ്യാറാക്കുമ്പോൾ ഞങ്ങൾ മുന്നിൽ വെക്കുക. 10 പേരെ കൊണ്ട് ആട് പട്ടിയാണെന്ന് പറയിപ്പിച്ചിട്ട് ആ വലിയ കള്ളം സത്യമാക്കിയ ഒരു പഴങ്കഥയുണ്ട്. അതാണ് ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ലോകത്തിന് ഇത്രയേറെ സംഭാവനകൾ നൽകി, ഇന്നും സംഭാവനകൾ നൽകി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസ സമൂഹം, ഒരു വിശ്വാസ പാരമ്പര്യം വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. അതുപോലെ ഇത്രയേറെ വേട്ടയാടപ്പെടുന്ന, തെറ്റാണെന്ന് സ്ഥാപിക്കാൻ കൂട്ടമായി വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമുണ്ടോ എന്നും സംശയമാണ്. എന്നാൽ സംശയമില്ലാതെ പറയാൻ പറ്റും, ദൈവപുത്രൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നവൻ, ദൈവപുത്രനെ തെറ്റുപറ്റിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവൻ, അവൻ ചെകുത്താൻ മാത്രമാണ്. എത്ര കഥകൾ മെനഞ്ഞാലും, പ്രഹരമേറ്റാലും, അടിച്ചമർത്തപ്പെട്ടാലും സത്യം അതെന്നും തലയുയർത്തി പിടിച്ചു നിൽക്കും, ഉയർത്തെഴുന്നേൽക്കും. സിനിമയായി കണ്ടാൽ കുഴപ്പമില്ല, പക്ഷേ സിനിമ പലപ്പോഴും ചിന്തകളെ സ്വാധീനിക്കാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സിനിമയായി കാണുന്ന ഒരു ഗണം ആളുകളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു തെറ്റിനെ സിനിമയിലൂടെ ശരിയാക്കുന്നത് ഒട്ടും ഭംഗിയല്ലല്ലോ. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ അത് തൊടില്ല എന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷേ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടുന്നത്, ഏതാണ്ട് 7 വയസ്സ് തുടങ്ങി 22-25 വയസ്സിനിടയ്ക്കുള്ള ഒരു പ്രൗഢ യുവത്വം വരെ മനുഷ്യഹൃദയങ്ങളെ, ആശയങ്ങൾ ഒരുപാട് സ്വാധീനിക്കും. ഒപ്പം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മീഡിയ വഴിയുള്ള സന്ദേശങ്ങൾ മനുഷ്യനെ വഴിതെറ്റിക്കും. ആ സാധ്യത എപ്പോഴുമുണ്ട്. അതുകൊണ്ട് ബി അവെയർ, പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ സൂക്ഷ്മതയോടുകൂടി മാത്രം വേണം ഇങ്ങനെയുള്ള സിനിമകൾ കാണാൻ. ഇതൊക്കെ ആണെങ്കിലും ഒരു കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം, ആശയ സ്വാതന്ത്ര്യം എന്ന് പേരിട്ടാലും സിനിമ മാത്രമാണ് എന്ന് പറഞ്ഞാലും ഒരു തെറ്റിനെ, ഒരു തിന്മയെ സിനിമയിലൂടെ ശരിയാക്കി കാണിക്കുന്നത് ഒട്ടും ഭംഗിയല്ല, അഭികാമ്യവുമല്ല. ഒരു വചനഭാഗം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കാം. റോമ 8-ാം അധ്യായം 35-ാം വാക്യം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ദൈവത്തിന് സ്തുതി.